LDF സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUC-യുടെ നേതൃത്വത്തിൽ നടന്നുവന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് സമാപനമായി. തോട്ടം തൊഴിലാളികൾ വിവിധയിടങ്ങളിൽ നൽകിയ സ്വീകരണങ്ങൾക്ക് ശേഷം വണ്ടിപ്പെരിയാറിൽ നടന്ന സമാപന യോഗം മുൻ MLA AK മണി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 9 വർഷക്കാലമായി അധികാരത്തിലേറിയ ഇടതു സർക്കാർ ശമ്പള വർധനവിലും അതോടൊപ്പം തന്നെ തോട്ടം മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിഹരിക്കുന്നതിൽ വീഴ്ചവരുത്തിയതായിട്ട് INTUC നേതാക്കൾ ആരോപിച്ചു. പൂട്ടിക്കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. തോട്ടം മേഖലയ്ക്ക് UDF സർക്കാർ നിർമ്മിച്ച ആനുകൂല്യങ്ങൾ LDF സർക്കാർ നിർത്തലാക്കിയതായും നേതാക്കൾ ആരോപിച്ചു. LDF സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾ ചൂണ്ടിക്കാട്ടിയാണ് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUC നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. വാഗമണിൽ ആരംഭിച്ച ജാഥ വിവിധ തോട്ടം മേഖലകൾ വഴി വണ്ടിപ്പെരിയാറിലാണ് സമാപിച്ചത്. സമാപന യോഗത്തിൽ P. ധനലക്ഷൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA AK മണി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ஒரு காலகட்டத்தில் இல்லை. அது இடதுசாரி முன்னணி இதுதான். இதனுடைய காலகட்டத்தில் மாத்திரம்தான் பினராயி விஜயனுடைய மரியாதைக்குரிய மதிப்பிற்குரிய மாண்புமிகு முதல்வர் பினராயி விஜயனுடைய காலகட்டத்தில் தான் இந்த அளவுக்கு மோசமாக கீழ்த்தரமான ஒரு செயல்கள் ஒரு அரசியல் நடந்து கொண்டிருக்கின்றது தான் சொல்லாமல் இருக்கக்கூடிய முழுவதும் பகுதிகளிலும் எல்லா மேഖലകളിലും തകർന്നു കൊണ്ടിരിക്കുന്നത്. യോഗത്തിൽ INTUC സംസ്ഥാന സെക്രട്ടറി PR അയ്യപ്പൻ, KPWയുടെ ജനറൽ സെക്രട്ടറി ഷാജി പെരടത്ത്, DCC ജനറൽ സെക്രട്ടറി R ഗണേശൻ, പിരമിഡ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്, INTUC പിരമിഡ് റീജിയണൽ പ്രസിഡന്റ് KA സിദ്ദീഖ്, നേതാക്കളായ M. ഉദയസൂര്യൻ, രാജൻ കഴുവുമാക്കൽ, മണിമേഖല, ബിജു ദാനിയേൽ, ഗീത നെയ്യശൻ, മറ്റു നേതാക്കൾ എന്നിവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് DM അഗസ്തി XMLAക്ക് സ്വീകരണം നൽകി. ഇടുക്കി വിഷൻ, കുമളി.